കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്കിന്ന് ഒരാണ്ട്. വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നാട് ഓർക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും നികത്താനാകാത്ത വിടവാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസും ശരണ്യ സ്നേഹജനുമാണ് ചേരുന്നത്. ടോം, ഈ മരണസമയത്ത് നമ്മൾ കണ്ട ഒരു ജനപ്രവാഹമുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവ കാഴ്ചകളിൽ ഒന്നായിരുന്നുവെങ്കിൽ അതിനുശേഷവും ആ ജനപ്രവാഹം അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഓർമ്മകൾക്കൊരാണ്ട് തികയുമ്പോൾ എന്താണ് പുതുപ്പള്ളിയിലെ അന്തരീക്ഷം? അഭിലാഷ്, ഒരു വർഷം മുൻപ് നമ്മൾ എന്താണോ കണ്ടത് അതേ കാഴ്ച തന്നെയാണ് ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിൽ നിന്നും നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുന്നത്. കാരണം അന്ന് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കേരളത്തില് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകളുടെ ഒരു വലിയ ജനപ്രവാഹമായിരുന്നു ഇവിടേക്കെങ്കിൽ സമാനമായ കാഴ്ച, അതായത് രാവിലെ മുതൽ തന്നെ രാവിലെ 7 മണിക്കായിരുന്നു ഉമ്മൻചാണ്ടി അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുതുപ്പള്ളി പള്ളിയിൽ നടന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ കബറിടത്തിലും ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം രാവിലെ 11 മണിക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ മുതൽ തന്നെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും, ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രവർത്തിച്ചു വന്നവർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മുൻ UDF കൺവീനറും ആയിരുന്ന ബെന്നി ബെഹനാൻ MP ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും വ്യക്തിബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ് താങ്കൾ. ഉമ്മൻചാണ്ടി, ഒരു വർഷം ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു കേരള രാഷ്ട്രീയത്തെ താങ്കൾ എങ്ങനെയാവും? ഉമ്മൻചാണ്ടി നമ്മളിൽ നിന്നും വേർപെട്ടിട്ട് ഒരു വർഷമായി. പക്ഷെ അത് ഭൗതികമായൊരു വേർപാട് മാത്രമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിലൂടെ ഒന്നും ഉമ്മൻചാണ്ടി ഇന്ന് മനസ്സിലുണ്ട്. എന്റെ ഹൃദയത്തിൽ വെളിച്ചം പകരാൻ ഒരു ദർശനമായാണ് ഉമ്മൻചാണ്ടി ഇന്ന് നിൽക്കുന്നത്. ആ ഓർമ്മകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അദ്ദേഹം ഒരു നേതാവ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു സഹോദരനായിരുന്നു. അദ്ദേഹം ഒരു ആത്മവിശ്വാസമായിരുന്നു. തന്നോട് തന്റെ അടുത്ത് വരുന്ന മുഴുവൻ ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് സ്വാതന്ത്ര്യവും ആശ്വാസവും നൽകിയ ഒരു നേതാവ് ഉമ്മൻചാണ്ടി മാത്രമേ. ഉമ്മൻചാണ്ടിയെ കണ്ടുപോകുന്ന ആളുകൾ ജീവിതത്തിന്റെ ഊർജ്ജവുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. മത്സ്യങ്ങൾ വെള്ളത്തിൽ നടക്കുന്നത് പോലെയാണ് ഉമ്മൻചാണ്ടി ജനക്കൂട്ടത്തിൽ നടന്നത്. അവിടെ നിന്നും ജീവവായു എടുക്കുന്നു, അവിടെ നിന്ന് ഊർജ്ജമെടുക്കുന്നു, അവിടെ നിന്ന് ജീവിതത്തെ കണ്ടെത്തുന്നു. അതായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ ഒരു വേർപാട് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിടവ് വളരെ വലുതാണ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇന്നും ആളുകൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മനസ്സിൽ പറയുന്നത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആളുകൾ പറയുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിലാണ്. ഒരു മരണമുണ്ടായാൽ, ഒരു കല്യാണമുണ്ടായാൽ ആളുകൾ പറയുന്നത് ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ടാണ്. അത്രമാത്രം ജനഹൃദയങ്ങൾ അലിഞ്ഞു നിന്നിരിക്കുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി എന്നും ജീവിക്കുന്നു, മരണമില്ലാതെ മനസ്സിൽ എന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ഈ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം ആരാണെന്ന് അതിന്റെ വലിപ്പം കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മരണശേഷമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുത്തോ, അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം പോലും നിർമ്മിക്കാൻ ഇതുവരെ ഒരു വർഷമായിട്ട് തയ്യാറായിട്ടില്ല. സ്മാരകത്തിൽ വിശ്വാസമുള്ളയാളല്ല ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ സ്മാരകം ജനഹൃദയങ്ങളിലാണ്. പക്ഷെ കാണുന്നത് ഉമ്മൻചാണ്ടിയെ ചില ആളുകൾ തമസ്കരിക്കുന്നുണ്ട്. ആ തമസ്കരണത്തിലൂടെ ഉമ്മൻചാണ്ടി വലുതാകുകയാണ്. ഉദാഹരണത്തിന്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനായ ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല. അവിടെ പരാമർശിക്കപ്പെട്ട പേരിനേക്കാൾ പിറ്റേ ദിവസം വാർത്താമാധ്യമങ്ങളിൽ വന്ന പേര് ശ്രീ ഉമ്മൻചാണ്ടിയുടേതാണ്. തമസ്കരിച്ചാൽ ഉമ്മൻചാണ്ടി കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തിയായി മാറിയിരിക്കുകയാണ്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തെക്കുറിച്ച് പറഞ്ഞാൽ, സ്മാരകം ആളുകളുടെ ഓർമ്മ നിലനിർത്താനും ആളുകളുടെ സംഭാവനയെ വിലയിരുത്തിക്കൊണ്ടാണ് സ്മാരകങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഇടേണ്ടത്. അദ്ദേഹത്തിന്റെ പേര് ഭയക്കുന്നുകൂടി ശ്രീ കരുണാകരന്റെ പേരാണ് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലിടുന്നത്. ഇതെല്ലാം ഇടേണ്ടതാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്മാരകത്തിൽ നിന്ന് ഇവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് സ്മരണകളിലൂടെ ഇവരെന്ന് ഓർത്തിരിക്കും. അല്ല, ഈ ഉമ്മൻചാണ്ടിയുടെ പേരിനെ പോലും ഭയക്കുന്നുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ചില ആളുകളെ പേര് പറയാതിരിക്കുന്നത് ആ പേരിനെ ഭയക്കുന്നുകൊണ്ടാണ്. ആ പേര് പറയുമ്പോൾ ആ പേരിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രതികരണം, ഒരു സ്നേഹം, ഒരു വാത്സല്യം, അതിനെ ചില ആളുകൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഭയപ്പെടുന്നവരാണ് ഉമ്മൻചാണ്ടിയുടെ പേര് പറയാത്തവർ. ഉമ്മൻചാണ്ടിയുടെ പേര് പറയുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ആ ഒരു താല്പര്യത്തിൽ നിന്നും അതിന്റെ ഒരു ഊഷ്മളത ഉൾക്കൊള്ളുന്ന, വൈകാരികത ഉൾക്കൊള്ളുന്ന ആളുകൾ എപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പേര് പറയും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
പേര് പറയാതിരിക്കുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ പറയപ്പെടാത്ത പേരിന്റെ ഉമ്മൻചാണ്ടി ഓർമ്മപ്പെടുകയാണ്. അതൊരു എവിടെയാണോ ഏത് വേദിയിലാണ് ഉമ്മൻചാണ്ടി പേര് പറയാതിരിക്കുന്നത് അവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് ഉമ്മൻചാണ്ടിയുടെ. കെ മുരളീധരൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്ന അങ്ങനെ ഒരു ആവശ്യം കോൺഗ്രസ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിപ്പോ വിഴിഞ്ഞത്ത് പേരിടുന്ന കാര്യം കോൺഗ്രസ് പാർട്ടിയും UDF കൂടി തീരുമാനിക്കേണ്ടതാണ്. നേരത്തെ കോൺഗ്രസ് പാർട്ടിയും UDF തീരുമാനിച്ചിരുന്നു ശ്രീ കരുണാകരന്റെ പേര് അന്തർദേശീയ വിമാനത്താവളത്തിലുണ്ട്. പക്ഷെ പേര് വിമാനത്താവളത്തിനും അതുപോലെ തന്നെ തുറമുഖത്തിനും പേരിടേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല, അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി അധികാരം വേണം. ആ കേന്ദ്ര ഗവൺമെന്റ് അധികാരം ഈ രണ്ട് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞിട്ടുണ്ടോന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കിട്ടണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കണം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വരും. വ്യക്തമാണ്. എന്തായാലും ബെന്നി ബെഹനാൻ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രവർത്തിച്ച അല്ലെങ്കിൽ A ഗ്രൂപ്പിന്റെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന വ്യക്തിയാണ് കെ മുരളീധരൻ. ബെന്നി ബെഹനാൻ എന്ന കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായി എല്ലാവർക്കും പൊതു രംഗത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം 11 മണിക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ, MP-മാർ, MLA-മാർ ഉൾപ്പെടെ ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള MLA-മാർ, MP-മാരുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ KSU കാലഘട്ടം മുതൽ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുയായിയായി, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്ത പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായി അറിയപ്പെടുന്നു. ഇന്നും ഒരു പരിധിവരെ ഉമ്മൻചാണ്ടി ഒരു സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് വളർന്നു വന്ന ഉമ്മൻചാണ്ടിയെ പോലെ ഏറ്റവും ഒരു ജനങ്ങളെ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ ഉമ്മൻചാണ്ടി എത്രത്തോളം സ്വാധീനിച്ചിട്ടില്ല? ഉമ്മൻചാണ്ടിയെ പോലെ ആരെയും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അതിന് മുമ്പും ഏറ്റെടുത്തിട്ടില്ല, ഇതിന് ശേഷവും ഏറ്റെടുക്കില്ല. അദ്ദേഹമായിട്ട് ആർക്കും ഒരു താരതമ്യമില്ല. കാരണം ഒരു ആവശ്യങ്ങൾ വരുമ്പോഴോ ഒരു പദവിയിലിരിക്കുമ്പോഴോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ മാത്രം ജനങ്ങൾ ഓർത്തിരുന്ന ഒരാളല്ലല്ലോ. രാവും പകലും ഇല്ലാതെ ജീവിതം മുഴുവൻ ജനങ്ങൾ എന്ന് പറഞ്ഞ് നീക്കി വെച്ച ഒരാളല്ല. പക്ഷെ ഉമ്മൻചാണ്ടി പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ പൊതുവെ ഈ കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ? അതങ്ങനെ നടന്നാലും ആ ആഗ്രഹവും നടപ്പിലാവില്ല. അത് അങ്ങനെ അതൊരു ലൈഫ് തന്നെ പരിപൂർണമായി കമ്മിറ്റഡ് ആക്കുന്ന, ശരിക്കൊരു മുഴുവനായിട്ട് ഒഴിഞ്ഞു വെക്കാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ തികയാതെ വരും. അപ്പൊ നമുക്ക് ആഗ്രഹം എന്താ, ആ വഴി കൂടെ നടക്കണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ആഗ്രഹം. ഈ ഒരു വർഷം എങ്ങനെയാ? കാരണം ഈ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം, 2 തെരഞ്ഞെടുപ്പിന്, ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ 2 തെരഞ്ഞെടുപ്പിന് നേരിട്ടു. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു കേരള രാഷ്ട്രീയത്തെ അത് എങ്ങനെ നിങ്ങൾ കാണുന്നത്? അതില് വ്യക്തിപരമായി പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഓരോ സംഘടനക്ക് അകത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പോ പുറത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പോ അസംബ്ലി തെരഞ്ഞെടുപ്പോ ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മുടെ പിന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, നമ്മുടെ പോയിന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും ആശങ്കകൾ പങ്കുവെക്കുന്ന ഇടമൊക്കെ ഈ ഒരു പേരാണ്. അതില്ലാതെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരികയായിരുന്നു. അപ്പൊ ആ തീരുമാനമെടുക്കുന്ന പിന്നെ പോയിന്റ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സാറിന്റെ അഭാവം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം സാറ് കൺവെൻഷനാണ്, സാറ് വരണം, സാറ് നോമിനേഷന്റെ ഡേറ്റ് ആണ്, സാർ ഇവിടെ ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളുടെയും പേരിലുള്ള വലിയ വേട്ടയാടൽ നടക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ആരാ നമ്മൾ ആശ്വസിപ്പിക്കുക? ആശ്വസിപ്പിച്ചാലും നമുക്ക് ശരിക്കും ഒരു ആശ്വാസമാവുക. സാറ് പിന്നെ എക്സിറ്റ് പോളിൽ ഇങ്ങനെ പറയുന്നു, സർവേയിൽ തോക്കുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ സാറ് കൗണ്ടിങ് നാളെയാണ്, അല്ലെങ്കിൽ സാർ ജയിച്ചു, സാർ ഇത്ര ഭൂരിപക്ഷമുണ്ട്, സാർ സത്യപ്രതിജ്ഞ, സാർ പാർലമെന്റിൽ ആദ്യത്തെ ദിവസം, ഇതൊക്കെ പറയേണ്ടത് ഇവിടെയല്ലേ? അത് ഇനിയിപ്പോ ഒരു വർഷം ആയതുകൊണ്ട് മാത്രമല്ല, അത് വർഷം എത്രയാണെങ്കിലും പിന്നെ ആ ഒരു കുറവ് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ പല കോൺഗ്രസ് നേതാക്കന്മാരും വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ വേണ്ട രീതിയിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു സ്മാരകം നിർമ്മിച്ചില്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഓർക്കുന്നില്ല, ഉമ്മൻചാണ്ടിയുടെ പേര് പോലും എതിരാളികൾ ഭയക്കുന്നുണ്ട്. അതിന്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഇപ്പം വിഴിഞ്ഞം പോലത്തെ ഒരു പദ്ധതിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുക, അതൊരു മാനസിക വലുപ്പം വേണം. അതിനൊരു മാനസിക വലുപ്പം വേണം. അത് പിന്നെ അദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നുള്ളതിന്റെ പേരിൽ പിന്നെ സാറിന്റെ കോൺട്രിബ്യൂഷൻസ് ഇല്ലാതാവും. സർക്കാർ ഓർത്തില്ലെങ്കിലും തലമുറകൾ ഓർക്കുന്ന പേരാണ് ഉമ്മൻചാണ്ടി, ജനങ്ങൾ ഓർക്കുന്ന പേരാണ് ഉമ്മൻചാണ്ടി. അത് അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കപ്പെടുന്ന പേരായി ഉമ്മൻചാണ്ടി സാർ മാറും. പിന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം എന്നുള്ളത് പിന്നെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അതൊരു അനിവാര്യതയാണ്. അത് ഏതെങ്കിലും നാട്ടിലെ സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായ രീതിയിലുള്ള എന്തെങ്കിലും ഒന്നാവും വേണം. അതേ നിത്യസ്മാരകം കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട്. അത് അവരുടെ അടുത്ത തലമുറകൾക്ക് അവർ പകർന്നു കൊടുക്കുകയും ചെയ്യും.
ആ ഒരു ബന്ധത്തിന്റെ കഥ തുടരുക തന്നെ ചെയ്യും. അതെത്ര അവഗണിച്ചാലും മാഞ്ഞു പോകുന്ന ഒരു പേരായിട്ട് ഉമ്മൻചാണ്ടി എന്ന പേര് മാറില്ല. വ്യക്തമാണ്. രാഹുൽ മാങ്കുട്ടത്തിൽ